കേരളത്തിലെ യഥാർത്ഥ റോമൻ കാത്തലിക്സ് ആരാണ്? കേരളത്തിൽ റോമൻ കാത്തലിക്, ലാറ്റിൻ ചർച്ച്, സൈറോ മലബാർ എന്നിങ്ങനെ ഉപയോഗിക്കുന്നതിൽ വർഷങ്ങളായി വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. ചിലപ്പോൾ സഭയ്ക്കുള്ളിലും ഈ പേരുകൾ തെറ്റായി ഉപയോഗിക്കപ്പെടുന്നു. ഇന്ന് ഈ ആശയക്കുഴപ്പം പൂർണ്ണമായി നീക്കാൻ സഭാചരിത്രം, ഔദ്യോഗിക നാമങ്ങൾ, കേരള സർക്കാരിന്റെ രേഖകൾ എല്ലാം പരിശോധിക്കാം. കത്തോലിക്കാ സഭയും അതിന്റെ 24 സഭകളും. ഈ ഔദ്യോഗിക പേരുകൾ ശരിയായി മനസ്സിലാക്കാൻ ആദ്യം കത്തോലിക്കാ സഭകളുടെയും ഘടന നോക്കണം. കത്തോലിക്കാ സഭ ലാറ്റിൻ സഭയുടെയും 23 സ്വയംഭരണ സൂയി യൂറിസ് സഭകളുടെയും കൂട്ടായ്മയാണ്. ഇവയിൽ ഏറ്റവും വലിയത് ലാറ്റിൻ ചർച്ചാണ്. മറ്റുള്ള 23 എണ്ണം ഈസ്റ്റേൺ കാത്തോലിക് ചർച്ചസ് ആണ്. യേശുക്രിസ്തു കത്തോലിക്കാ സഭ സ്ഥാപിച്ചു അക്ഷരാർത്ഥത്തിൽ പീറ്റർ എന്ന പാറയിൽ. റോമ ആസ്ഥാനമായി, ലാറ്റിൻ ഔദ്യോഗിക ഭാഷയായി, അങ്ങനെ ലാറ്റിൻ സഭ. റോമൻ ലാറ്റിൻ ആചാരങ്ങളോടൊപ്പം സഭ സാർവത്രികത സ്വീകരിക്കുകയും പാരമ്പര്യങ്ങളും വ്യത്യസ്ത ആചാരങ്ങളും സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ സാർവത്രിക സഭ, കത്തോലിക്കാ സഭ. പത്രോസ് ആദ്യ പോപ്പായി അധികാരമേറ്റതും പാപ്പസിയുടെ തുടർച്ചയും കാരണം ലാറ്റിൻ സഭയ്ക്ക് മാത്രമേ യേശുവിൽ നിന്നുള്ള തുടർച്ച ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ചരിത്രത്തിലുടനീളം മരോണൈറ്റ് സഭയെപ്പോലെ ലാറ്റിൻ സഭയുമായി കൂട്ടായ്മയിലെത്തി. ഇപ്പോൾ അത്തരം 23 സഭകളുണ്ട്. കേരളത്തിൽ 3 കത്തോലിക്കാ സമൂഹങ്ങളുണ്ട്. റോമൻ കത്തോലിക്കാ ചർച്ച്, ലാറ്റിൻ. സിയറോ മലബാർ കത്തോലിക്കാ ചർച്ച് 1923 മുതൽ സ്വയംഭരണം. സിയറോ മലങ്കര കത്തോലിക്കാ ചർച്ച് 1930 കത്തോലിക്കാ കൂട്ടായ്മയിൽ ചേർന്നു. ഇവ രണ്ടും പൂർണ്ണമായി കത്തോലിക്കാ സഭയുടെ ഭാഗമാണ്. പക്ഷേ ഓരോന്നിനും സ്വന്തം ചരിത്രം, ലിറ്റർജി, ഭരണഘടന എന്നിവയുണ്ട്. എല്ലാവരും പോപ്പിന്റെ കീഴിൽ. എന്നാൽ എല്ലാവരും റോമൻ കാത്തലിക്കാണോ? ചില സിയറോ മലബാർ വിശ്വാസികൾ പറയുന്ന ഒരു സാധാരണ വാദം, എല്ലാവരും പോപ്പിന്റെ കീഴിലാണ്, അതിനാൽ എല്ലാവരും റോമൻ കാത്തലിക്കാണ്. അതെ, 23 സഭകളും പോപ്പിന്റെ കീഴിലാണ്. പക്ഷേ പോപ്പിന്റെ കീഴിലാകുന്നത് കാത്തലിക് ആക്കുന്നു, റോമൻ കാത്തലിക് ആക്കുന്നില്ല. ഇവിടെയാണ് പ്രധാന വ്യത്യാസം. സിറോ മലബാർ ചർച്ച് ഒരു മേജർ ആർക്കി ബിഷോപ്പൽ ചർച്ചാണ്. ഇവർക്ക് സ്വന്തം തലവനുണ്ട്. ഇപ്പോൾ മേജർ ആർക്കി ബിഷോപ്പ് മാർ റാഫേൽ തട്ടിൽ. ലാറ്റിൻ ചർച്ചിക്ക് വേറെ മേജർ ആർക്കി ബിഷോപ്പ് അല്ലെങ്കിൽ പത്രിയാർക്ക് ഇല്ല. ലാറ്റിൻ വിശ്വാസികളുടെ നേരിട്ടുള്ള തലവൻ പോപ്പ് തന്നെയാണ്, റോമിലെ ബിഷപ്പ്. ഈ നേരിട്ടുള്ള ബന്ധമാണ് റോമൻ കാത്തലിക്. ആഗോളതലത്തിൽ റോമൻ കാത്തലിക് എന്നത് ലാറ്റിൻ ചർച്ച് അംഗങ്ങളെ സൂചിപ്പിക്കുന്ന ഔദ്യോഗിക പദമാണ്. കേരളത്തിലെ ലാറ്റിൻ രൂപതകളുടെ പേരുകൾ നോക്കൂ. റോമൻ കാത്തലിക് ആർച്ച് ഡയസീസ് ഓഫ് വെരാപ്പൊലി, റോമൻ കാത്തലിക് ഡയസീസ് ഓഫ് കൊച്ചിൻ, റോമൻ കാത്തലിക് ഡയസീസ് ഓഫ് കിലോൺ, ദ ഫസ്റ്റ് ഡയസീസ് ഇൻ ഇന്ത്യ, AD 1329. റോമൻ കാത്തലിക് ഡയസീസ് ഓഫ് കാലിക്കറ്റ്. ഏതെങ്കിലും സിറോ രൂപതകളുടെ പേര് റോമൻ കത്തോലിക്ക എന്ന് കണ്ടിട്ടുണ്ടോ? ചരിത്രപരമായി ചില സിറോ മലബാർ വിശ്വാസികൾ തെറ്റായി തങ്ങളെ റോമൻ കത്തോലിക്ക എന്ന് വിളിച്ചിരുന്നു. പക്ഷെ ഇന്ന് സിറോ മലബാർ രൂപതകൾ റോമൻ കാത്തലിക് എന്ന പദം ഉപയോഗിക്കുന്നില്ല. ഈ പദം ലാറ്റിൻ ചർച്ചിനെ മാത്രം സൂചിപ്പിക്കുന്നു. കേരള സർക്കാരും സിറോ മലബാർ ചർച്ചും ഔദ്യോഗികമായി ഈ തെറ്റായ ഉപയോഗം നിർത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ സിറോ മലബാർ സഭ ഇറക്കിയ സിറക്യുലർ വിശ്വാസികളിൽ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. ഇന്നും സിറോ മലബാർ ചർച്ചിന്റെ കീഴിലുള്ള ചില സംഘടനകൾ മാട്രിമോണികളിൽ, മാട്രിമോണി വെബ്സൈറ്റുകൾ, യുവജന ഗ്രൂപ്പുകൾ, അസോസിയേഷനുകൾ തങ്ങളെ റോമൻ കാത്തലിക് എന്ന് തെറ്റായി വിളിക്കുന്നു. വിദേശത്ത് റോമൻ കാത്തലിക് പള്ളികളിൽ പോകുകയും അവിടെ നിന്ന് സ്വന്തം പുരോഹിതരെ കൊണ്ടുവന്ന് സിറിയൻ ദിവ്യബലി നടത്തുകയും ചെയ്യുന്ന ചില സിറോ മലബാർ വിശ്വാസികൾ ഇപ്പോഴും തങ്ങളെ റോമൻ കാത്തലിക് എന്ന് വിളിക്കുന്നുണ്ട്. അവർ പോകുന്ന ആ പള്ളി ആരുടേതാണെന്ന് ഒരു നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ ഭൂരിഭാഗം സിറോകൾക്കും ഈ തെറ്റ് മനസ്സിലാകും. സിറോ മലബാർ വൈദികർക്ക് പല കോൺഗ്രിഗേഷൻസ് വഴി റോമൻ/ലാറ്റിൻ സഭയിൽ സേവനം ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട്
ഇന്ത്യയുടെ പല ഭാഗത്തും വിദേശത്തും സിറോ വൈദികർ സർവീസ് നടത്തുന്നുണ്ട്. ഇത് കാണുന്ന സിറോ സഭ അംഗം സ്വാഭാവികമായും സഭയെക്കുറിച്ച് അറിവില്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാം. എന്നാൽ ഈ വൈദികർ സിറോ സഭ അംഗങ്ങളാണെങ്കിലും റോമൻ പള്ളികളിൽ സേവനം ചെയ്യുമ്പോൾ പൂർണ്ണമായും റോമൻ ആരാധനാക്രമങ്ങളാണ് പിന്തുടരുന്നത്. ലോക്കൽ റോമൻ ബിഷപ്പിന്റെ അനുവാദമില്ലാതെ ആ പള്ളിയിൽ സിറോ മലബാർ ദിവ്യബലി അർപ്പിക്കാൻ പോലും അനുവാദമില്ല. ചുരുക്കി പറഞ്ഞാൽ, എല്ലാവരും പോപ്പിന്റെ കീഴിൽ, പക്ഷേ വ്യത്യസ്ത സഭകളിൽ. കേരളത്തിലെ ലാറ്റിൻ റൈറ്റ് സമൂഹത്തിന്റെ ശരിയായ പേര് റോമൻ കാത്തലിക്. സീറോ മലബാർ ചർച്ച് ഒരു സ്വതന്ത്ര ഈസ്റ്റേൺ കാത്തലിക് ചർച്ചാണ്. സിറോ മലബാർ അംഗങ്ങൾ റോമൻ കാത്തലിക് എന്ന് വിളിക്കരുതെന്ന് സർക്കാരും സഭയും വ്യക്തമാക്കിയിട്ടുണ്ട്. ചില സംഘടനകൾ ഇപ്പോഴും തെറ്റായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ബോധവൽക്കരണം മതിയായ രീതിയിൽ നടക്കുന്നില്ല. ഓരോ സഭയുടെ തിരിച്ചറിയലും ബഹുമാനിക്കാം.